ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. സാറേ, എക്സാം അടുക്കും തോറും എൻ്റെ ടെൻഷൻ കൂടി കൂടി വരികയാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും ഞാൻ മറന്നു പോകുന്നു. നന്നായി പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് മാർക്ക് വരുമോ എന്നുള്ള ഭയമുണ്ട്. ഇതെൻ്റെ അവസാന അറ്റംപ്റ്റ് ആണ്. എനിക്കിത് നേടിയേ പറ്റൂ. പക്ഷെ എനിക്കിത് നേടാൻ പറ്റില്ല എന്നുള്ള തോന്നലാണ്. സാർ, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ഓരോ പോസിറ്റീവും നെഗറ്റീവും നന്നായി അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്കാണ്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെ ഉണ്ടാവും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ കുറക്കണം. നമുക്ക് ഈ ടെൻഷൻ അടിക്കുന്ന 99% ആളുകളും നന്നായി പഠിച്ചവരാണ്. ഈ പഠിച്ചവർക്കേ ഈ ടെൻഷൻ തോന്നുള്ളൂ. പഠിക്കാത്ത ഒരാൾക്ക് എന്തിന് ടെൻഷൻ തോന്നാം? പഠിക്കാത്ത ഒരാൾ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനതിന് ടെൻഷൻ അടിക്കണം? ഈ പഠിച്ച ആളുകൾക്ക് ഞാൻ ഈ പഠിച്ച കാര്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ഈ രീതിയിലുള്ള ഒരു ടെൻഷനാണ്. ഞാൻ ഈ പഠിച്ചതിനുള്ള റാങ്ക് എനിക്ക് നേടാൻ പറ്റില്ലേ? നല്ല ഉന്നതമായ ഒരു റാങ്ക് എനിക്ക് നേടാൻ പറ്റില്ലേ? നല്ല മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് നെഗറ്റീവ് വരുമോ? ഈ രീതിയിലുള്ള ടെൻഷനാണ്. ഈ നെഗറ്റീവ് നിങ്ങൾ കുറക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെൻഷൻ കുറക്കുകയാണ്. ഈ ടെൻഷൻ എന്ന സാധനം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് ഒന്നും അതിൽ നിന്ന് കിട്ടാല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ചു? എക്സാം ആകുന്തോറും കൂടുതൽ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾ മറന്നുപോകും. അത് നിങ്ങളുടെ ടെൻഷൻ കൊണ്ടാണ്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു വിശ്വാസമാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവണം. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസമല്ല. നിങ്ങൾക്ക് ആരെന്ത് പറഞ്ഞു തന്നിട്ടും ഒരു കാര്യമില്ല. ആര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് തന്നിട്ടും ഒരു കാര്യമില്ല. ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമാണ്. ഞാനിത് നേടും, എനിക്കിത് നേടാൻ കഴിയും, ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യും, ഞാൻ ശ്രദ്ധിച്ച് തന്നെ അറ്റൻഡ് ചെയ്യും, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾട്ടും വരില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യും, എനിക്കിത് നേടാൻ കഴിയും, ഞാൻ ഈ എക്സാമിൽ തന്നെ റാങ്ക് നേടിയിട്ടേ തിരിച്ചു വരൂ. ആ ഒരു കോൺഫിഡൻസും ആ ഒരു വിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മോട്ടിവേഷന്റെ കാര്യം, നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു വിശ്വാസം ഉണ്ടായാൽ മതി. അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ടെൻഷൻ ഫുള്ള് പോവും. നിങ്ങൾ എന്തിനു പിന്നെ ടെൻഷൻ അടിക്കണം? എനിക്ക് വിശ്വാസം ഉണ്ട്, ഞാനിത് എന്തായാലും നേടും. പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷൻ ഉണ്ടായതുകൊണ്ട്, ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അവിടെ നിന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫുള്ള് നെഗറ്റീവ് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റില്ല. പല ചോദ്യങ്ങളും നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ അത് സ്കിപ്പ് ചെയ്ത് കളയും. വേണ്ട, അടുത്ത ചോദ്യം വായിക്കാം. നിങ്ങൾ ഏതൊരു ചോദ്യമായാലും ചോദ്യം ഫുള്ള് വായിച്ചിട്ടുണ്ടാവണം. ചോദ്യം വായിച്ചു കഴിഞ്ഞ് അതിന്റെ ഓപ്ഷനും എന്തായാലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചോദ്യം അറിയില്ലായിരിക്കും, അത് നിങ്ങൾ പഠിച്ച ഭാഗമല്ല. പക്ഷെ ഈ ഓപ്ഷനിലുള്ള ഉത്തരമല്ലാത്ത മറ്റു 3 കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയി അറിയുന്നതാവും. അതുകൊണ്ട് തന്നെ ഏതൊരു ചോദ്യം കണ്ടാലും ആദ്യം നിങ്ങൾ മുഴുവൻ എന്തായാലും വായിച്ചിരിക്കണം. ചോദ്യം വായിക്കണം. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ മുഴുവൻ വായിക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അതിലുള്ള പോയിന്റ്സ് അത്ര വ്യക്തമായിട്ട് അറിയുന്നതാവും. ചിലപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് അറിയാത്തതാവും, പക്ഷെ ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം അതിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെയല്ല, അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതൊരു ചോദ്യവും വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. ചോദ്യങ്ങൾ വായിച്ചു നോക്കാൻ പോലും നിങ്ങൾക്ക് ഉള്ളിലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല അതൊന്നും വായിച്ചു നോക്കാൻ. നിങ്ങൾക്ക് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണം. എത്രയും പെട്ടെന്ന് എക്സാം തീർക്കണം. ഈ ഒരു രീതിയിലാവും നിങ്ങൾ അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ടെൻഷൻ കുറച്ച് നല്ല പോസിറ്റീവ് എനർജി പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു വിശ്വാസം ഉണ്ടാവണം. ഞാൻ ഇത് നേടും, എന്നെ കൊണ്ട് ഇത് നേടാൻ കഴിയും, ഞാൻ റാങ്ക് നേടിയിട്ടേ ഈ എക്സാമിൽ നിന്ന് തിരിച്ചു വരൂ. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള ദൗത്യം. അത് നല്ല രീതിയിൽ തന്നെ പോയി അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്കാണ്. ഞാൻ കഴിഞ്ഞ LGS ഉണ്ടായിരുന്നവർക്ക് കെഞ്ചി ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്, നെഗറ്റീവ് അടിക്കരുത്. ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നതാണ്. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്. മീൻസ് പലരും പറയുന്നുണ്ട്, സാറത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു, ഇപ്പൊ ഞാൻ നല്ല പോസിറ്റീവ് എനർജിയിൽ നല്ല പോസിറ്റീവ്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് എക്സാം ഹോളിൽ, ഇതുവരെ ഞാൻ എഴുതിയൊരു എക്സാം ഹോളിൽ എനിക്ക് എത്ര കോൺഫിഡൻസിൽ ഇറങ്ങി വരാൻ പറ്റിയിട്ടില്ല. എനിക്ക് വോയിസുകൾ വരുന്നുണ്ടായിരുന്നു അങ്ങനെ. കാരണം അവർക്ക്
അവരുടെ ഫോൾട്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കി. കാരണം അവിടെ ചെന്ന ഏതൊരാൾക്കും നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തോന്നും, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രഡിക്ഷൻ വരും ഉള്ളിൽ 90ന്റെ മേലെ കട്ട് ഓഫ് പോകും, അതുകൊണ്ട് ഞാൻ 90ന്റെ മേലെ അറ്റൻഡ് ചെയ്യണം, എന്നാലേ എനിക്ക് റാങ്ക് നേടാൻ കഴിയും. നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യരുത്. നമുക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് എക്സാം ഉള്ളത്. ഇപ്പൊ LGSന്റെ ഒന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ കൂടി എക്സാം ടഫ് ആയിരുന്നു. എക്സാം ടഫ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ ചേഞ്ച് വന്നു. നല്ല ടഫ് ആണെന്നല്ല, ഒരു മീഡിയം ലെവലാണ്. എന്നാണ് പാറ്റേൺ ചേഞ്ച് വന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല എക്സാം വന്നത്. പക്ഷെ അത് നമ്മൾ ഉള്ളിൽ പ്രെഡിക്റ്റ് ചെയ്തു, എനിക്ക് ഈ എക്സാം ടഫായി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എനിക്ക് ഈ എക്സാം ടഫായി എന്നല്ല, നിങ്ങൾ നന്നായി പഠിച്ച ഒരാളാണ്, അതുകൊണ്ട് എനിക്കല്ല ടഫായത്. എന്നെ പോലെ പഠിച്ച എല്ലാവർക്കും ടഫാണ്. നന്നായി പഠിച്ച എല്ലാവർക്കും ഇത് ടഫാണ്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ എനിക്കിത് ടഫാണ്, അതുകൊണ്ട് തന്നെ 90ന്റെ മേലെ എന്തായാലും ഒരുപാട് ആൾക്കാർ സ്കോർ ചെയ്യും, അപ്പൊ ഞാനും 90ന്റെ മേലെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ഈ രീതിയിലുള്ള പോസിറ്റീവ് മീൻസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ തന്നെ ഒരു പ്രഡിക്ഷൻ മെത്തേഡ് ഉള്ളിൽ എടുത്തിട്ട് നിങ്ങൾ എന്തായാലും 90ന്റെ മേലെ മാർക്ക് വരും. നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ ഓരോ ആൾക്കാരുടെ എക്സാം പേപ്പർ നിങ്ങൾക്ക് അവർക്ക് എങ്ങനെ എക്സാം ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ പ്രഡിക്ഷൻ ഒഴിവാക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ, നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങൾ കറക്കി കുത്തി വാങ്ങുന്നതല്ല, നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ചതിന്റെ മാക്സിമം അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, നിങ്ങൾക്കിത് നേടാൻ കഴിയും. ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം എനിക്കിത് നേടാൻ കഴിയും. നിങ്ങൾ ഈ അറിയാത്തത് പോയി, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു ചോദ്യം നിങ്ങൾ കറക്കി കുത്തുമ്പോൾ 75% അത് തെറ്റാനാണ് ചാൻസ്. ഒരു ചോദ്യമല്ല അതിൽ ശരിയാവുള്ളൂ. അപ്പൊ 25% മാത്രമാണ് ശരിയാവാനുള്ള സാധ്യത. ബാക്കി 75% നമുക്ക് തെറ്റാനുള്ള ചാൻസ് ആണ്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയി കറക്കി കുത്തും. ഒരുപക്ഷെ 1 മാർക്ക് കിട്ടിയാലോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് അത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുത്തതിന്റെ മാർക്കാണ് നിങ്ങളുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനു നിങ്ങൾ ഈ പഠിച്ചെടുത്ത മാർക്ക് നിങ്ങൾ കളയണം? നല്ല രീതിയിൽ പഠിച്ച മാർക്ക് കൂടുതലാക്കി കൊണ്ടുവരിക. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചത് അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് അവിടെ വേറെ വർക്കൊന്നുമില്ല, നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. എനിക്കിത് അറിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഏതൊരു ചോദ്യം ഫുള്ള് വായിക്കണം, ഓപ്ഷൻസും ഫുള്ള് വായിക്കണം. അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കിത് അറിയില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെക്കാൾ നന്നായിട്ട് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾക്ക് അറിയാത്തത് ഏത്, അറിയുന്നത് ഏതെന്ന് വേറെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അറിയില്ല, നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ അത് വിട്ടുകളയാം. നമുക്ക് വിട്ടുകളയാനാണ് കോൺഫിഡൻസ് ഇല്ലാത്തത്. അതെന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ അതിൽ നിന്ന് 1 മാർക്ക് കിട്ടിയാലോ. ഈ കിട്ടിയാലോ വെച്ചിട്ട് എന്തിനു അറ്റൻഡ് ചെയ്യണം? ഞാൻ പറഞ്ഞ 75% നമുക്ക് തെറ്റാനുള്ള ചാൻസ് ആണ്. അപ്പൊ അത് തെറ്റിയാൽ നമ്മുടെ ഉള്ള മാർക്ക് കൂടി പോയി കിട്ടും. അപ്പൊ കിട്ടുന്ന കാര്യം മാത്രം, പോസിറ്റീവ് മാത്രം അവിടുന്ന് ആ രീതിയിൽ, അത് നിങ്ങൾക്കൊരു നെഗറ്റീവാണ്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അത് നിങ്ങൾക്ക് അവിടെ ഒരു നെഗറ്റീവാണ്. എനിക്കിത് 1 മാർക്ക് ചിലപ്പോൾ കിട്ടും, അത് നെഗറ്റീവാണ്. അത് നെഗറ്റീവ് വന്നാൽ നിങ്ങളുടെ മാർക്ക് ഉള്ളത് കൂടി പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയുന്നത് മാത്രം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അത്ര ഉറപ്പിച്ചിട്ടേ അവിടെ കയറാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും എനിക്കറിയുന്നത് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. കാരണം മനുഷ്യനാണ്, അവിടെ ചെന്നാൽ തോന്നും കുറച്ചെണ്ണം കൂടി അറ്റൻഡ് ചെയ്യുക, ചിലപ്പോൾ ഇത്തിരി കൂടി മാർക്ക് കിട്ടിയാൽ എനിക്ക് റാങ്ക് നേടാൻ പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ പഠിച്ചതിന്റെ മാക്സിമം അവിടെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വിധിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾക്ക് ഈ ജോലി വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അല്ലാതെ നിങ്ങൾ കറക്കി കുത്തിയ ശേഷം ഞാൻ ഈ ജോലിയിൽ കയറും, ദൈവം എന്തായാലും ഞാൻ കറക്കി കുത്തിയ, ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, കറക്കി കുത്തിയതുകൊണ്ട് ദൈവം എനിക്ക് തരും, ഈ രീതിയിലൊന്നും ചിന്തിച്ച് പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച ഒരാൾ, അവർക്ക് വേണ്ടത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങി വരുന്നു. നിങ്ങളതല്ല, നിങ്ങൾ കുറച്ച് പഠിച്ച ശേഷം നിങ്ങൾ കറക്കി കുത്തിയിട്ട് ഇറങ്ങി വരുന്നു, എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ദൈവം ഇത് എനിക്ക് തരും. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഷ്ടപ്പെട്ട ആളെ ദൈവം കാണാതെ പോകും. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ടത്. നിങ്ങൾ കഷ്ടപ്പെട്ടത് മാത്രം അവിടെ അപ്ലൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾ കറക്കി കുത്തി എക്സ്ട്രാ മാർക്ക് വേണം, ഈ രീതിയിൽ ഒന്നും ചിന്തിക്കരുത്. മാക്സിമം കറക്കി കുത്തല് ഒഴിവാക്കാം. ചോദ്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വായിച്ചിട്ടുണ്ടാവണം. വായിച്ച ചോദ്യങ്ങളെല്ലാം ടിക്ക് ഇട്ട് പോകണം. ഇനി അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിട്ട് പോവാം. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു അടയാളം വേണം, ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്, ഇത് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓരോന്നിലും ഒരു അടയാളം വേണം. കാരണം അവിടുന്ന് നമുക്ക് ടെൻഷൻ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ പലതും കാണാതെ പോകും. പല ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ പോകും. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് ഒന്നും ചെയ്യാല്ല. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാല്ല. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അവിടെ ചെയ്യണമായിരുന്നു, അവിടെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാല്ല. സാർ എനിക്ക് നെഗറ്റീവ് വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നെഗറ്റീവ് വന്നത് വാങ്ങണം. കാരണം നിങ്ങൾ നെഗറ്റീവ് വരരുത്, നിങ്ങൾ സങ്കടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും എടുത്ത് ഞാൻ പറയുന്നത്. നിങ്ങൾ അറിയാത്തത് പോയി കറുപ്പിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അറിയാത്തത് തുടരുത്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ അറിയാം, എനിക്കത് അറിയാത്തതാണ്, ഞാൻ കറക്കി കുത്താണ്. പക്ഷെ കറക്കി കുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനല്ല. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നല്ല രീതിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ടെൻഷൻ മാക്സിമം കുറക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചത് മാത്രം അപ്ലൈ
ചെയ്ത് എനിക്കിത് നേടാൻ കഴിയും, എനിക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടാൻ കഴിയും, ഞാൻ ഈ ലിസ്റ്റിൽ ഞാൻ എന്തായാലും ഉണ്ടാവും, എനിക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഞാൻ ഇറങ്ങി വരും, നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യും. അത് എത്ര ടഫ് ആണെങ്കിലും, എക്സാം ടഫ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾക്ക് മാത്രമല്ല ടഫ്, എല്ലാവർക്കും ടഫാണ്. ഈസി ആണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്, ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതെല്ലാം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റാങ്ക് കിട്ടാനുള്ളതാണെങ്കിൽ എന്തായാലും കിട്ടും. പക്ഷേ ഈ അറിയാത്തത് പോയിട്ട് ഇപ്പൊ 90 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ 96ന്റെ മേലെ കട്ട് ഓഫ് വരും. പലരുടെയും പ്രഡിക്ഷൻ ആണ് അതുള്ളിൽ 96ന്റെ മേലെ വരും, അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും മാർക്ക് വാങ്ങണം എന്നിട്ട് കുറച്ചും കൂടി കറക്കി കുത്തും. പിന്നെ ഈ കിട്ടിയ മാർക്കിൽ നിന്ന് നിങ്ങൾ താഴോട്ട് പോവുക ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ കിട്ടിയ കുറേ മാർക്ക് നിങ്ങൾക്ക് പോകും, അത് ആദ്യം മനസ്സിലാക്കുക. അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ചോദ്യങ്ങളും ഞാൻ വായിക്കുന്നില്ല എന്നാണ്. അറിയാത്ത ചോദ്യങ്ങൾ ഞാൻ എന്ത് വന്നാലും അറ്റൻഡ് ചെയ്യില്ല. അത് നിങ്ങളെ തീരുമാനിച്ചു വെക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പിടിച്ചു നിർത്തണം. നിങ്ങളുടെ മനസ്സ് അവിടെ പോയാൽ ഇളകും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഓരോ ചോദ്യം കാണും, നിങ്ങൾക്ക് 50-50 ചാൻസ് ആണെങ്കിൽ ഇതാവാനാണ് സാധ്യത, അങ്ങനെയുള്ളത് വരും. ഈ 2 ഓപ്ഷനിൽ ഏതോ ഒന്നാണ്. കാരണം പിന്നെ അവിടെ കൂടുതൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയും അറ്റൻഡ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കുറച്ചൊക്കെ അങ്ങനത്തെ എന്തായാലും വേണം. അങ്ങനത്തെ മാർക്കും കൂടി കിട്ടിയാലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓർമ്മ വരില്ല അവിടെ നിന്ന്. ഈ 2 എണ്ണത്തിൽ ഒന്ന് ഡൗട്ട് വന്ന് അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് ആൻസറിലേക്ക് എത്താനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷേ ഈ 4 ഓപ്ഷനിലും ഒന്നും ആവാനുള്ള സാധ്യത അല്ല. എന്നാലും ഏതെങ്കിലും ഒന്ന് കറുപ്പിച്ച് നോക്കാം, ചിലപ്പോൾ അതാണെങ്കിലോ എന്ന രീതിക്ക് ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ വായിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ചോദ്യം എന്തായാലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. ചോദ്യം വായിക്കണം. ചോദ്യം ഫുള്ള്, ചോദ്യത്തിന്റെ തുടക്കം കണ്ടത് ഇത് ഞാൻ പഠിക്കാത്ത ഭാഗമാണ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചെയ്യരുത്. ഒരു ചോദ്യം നിങ്ങൾ മുഴുവൻ വായിച്ച് അതിന്റെ ഓപ്ഷൻസും വായിക്കണം. ഓക്കെ, ചോദ്യം വായിച്ച് അതിന്റെ ഓപ്ഷൻസും. ഇപ്പൊ ഉദാഹരണത്തിന് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ല. ഓപ്ഷനിൽ ആരുണ്ടാവും? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, പിന്നെ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഈ 4 ആളുകൾ ഉണ്ടോ? ഇതിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഒരാളെ പറ്റി പഠിച്ചാൽ മതി. ഓക്കെ, ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഗുരു അങ്ങനെ സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അറിവേ. അപ്പൊ നമുക്കത് അവിടെ ക്യാൻസൽ ചെയ്തൂടെ? പിന്നെ അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? അയ്യങ്കാളി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു കാര്യമാവും, അതുകൊണ്ട് തന്നെ അതും അവിടെ കട്ട് ചെയ്ത് കളയാലോ. പിന്നെ നമുക്ക് 2 ഡൗട്ട് വരാനുള്ള ചാൻസ്, ഒന്ന് വൈകുണ്ഠ സ്വാമികളും ഒന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഈ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ഏകദേശം PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താണ്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്തൂടെ? വിഷ്ണുവിന്റെ അവതാരമാണെന്ന് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന ഒരാൾ വിശേഷിപ്പിക്കോ? അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ കട്ട് ചെയ്തൂടെ? നിങ്ങൾ ഇപ്പൊ ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? വൈകുണ്ഠ സ്വാമികളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. ഈ ബാക്കി 3 ആളെ പറ്റി പഠിച്ചതുകൊണ്ട് ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റിയിട്ട് നിങ്ങൾ നന്നായി പഠിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിക്കുക, അതിനുശേഷം ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക. ഈ ഓപ്ഷനിലുള്ള ബാക്കി 3 ആളുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയും, ഉത്തരം മാത്രമേ അറിയാത്തുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു ചോദ്യമാണെങ്കിലും നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടാവണം. ഒരു ചോദ്യം നിങ്ങൾ വായിക്കാതെ പോയത്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നാൽ ആദ്യം തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തുക. ഞാൻ അറിയാത്തത് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ പഠിച്ചതിന്റെ മാക്സിമം ഞാൻ ഇന്ന് ഇവിടെ അപ്ലൈ ചെയ്യും, എനിക്കിത് വിധിച്ചതാണെങ്കിൽ ഇത് എനിക്ക് തന്നെ കിട്ടും, ഞാൻ പഠിച്ചതിന്റെ മാക്സിമം ഞാൻ ഇവിടുന്ന് മാർക്ക് വാങ്ങിയിട്ടേ ഞാൻ ഇറങ്ങിപ്പോകും. ആ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിയാത്തത് പോയി കറക്കി കുത്തുന്നു. നല്ലൊരു മാർക്കിൽ ചിലപ്പോൾ നിങ്ങൾ നിൽക്കാവും, 70-75 മാർക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാവും 68ലേക്കും 65ലേക്കും പോകുന്നത്. അതെനിക്ക് നെഗറ്റീവ് വന്നതുകൊണ്ടാണ്. നെഗറ്റീവ് വന്നുപോയി, ഞാൻ ഇനി എന്ത് ചെയ്യും സാർ? ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. നിങ്ങൾ നെഗറ്റീവ് വന്നെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാല്ല. ഓക്കെ, നിങ്ങൾക്ക് PSCയോട് പോയി പറയാൻ പറ്റും, ഞാൻ നെഗറ്റീവ് അടിച്ചു, അറിയാത്തതായിരുന്നു, അതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും, അങ്ങനെ ചോദിക്കാൻ പറ്റും. ഇല്ല, നിങ്ങൾക്ക് പിന്നെ അവിടെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾക്ക് അടുത്ത എക്സാം ആണ് പിന്നെയുള്ള ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഓരോ തവണയും നിങ്ങൾക്ക് അറിയുന്നുണ്ട്, കഴിഞ്ഞ എക്സാമിൽ ഞാൻ ചെയ്ത തെറ്റെന്താ? അറിയാത്തത് പോയി കറക്കി കുത്തി. അടുത്ത എക്സാമിൽ ഞാൻ അത് തന്നെ ചെയ്യുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? അടുത്ത എക്സാം എഴുതും, പിന്നെയും അത് തന്നെ ചെയ്യുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ആദ്യം നമ്മളുടെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, അതൊന്നും ഇനി ചെയ്യരുത്. എക്സാമിന് പലർക്കും സമയം കണ്ടെത്താനാവില്ല. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് മുമ്പ് കുറച്ച് ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എക്സാം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 മണിക്കൂർ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മുടെ LGSനുള്ള കുട്ടികൾക്ക് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മോഡൽ എക്സാമുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ അവർക്ക് ഞാൻ കൊടുത്തത് 1 മണിക്കൂറാണ്. എന്തിന് 1 മണിക്കൂർ എന്ന് പലർക്കും ഉള്ളിൽ ഉണ്ടായിരുന്ന ഡൗട്ടാണ്. അത് നിങ്ങളുടെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ചെന്ന മാത്സിന്റെ ഓരോ ചോദ്യങ്ങൾ എന്താണ് ഈ ചോദ്യം എന്ന് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സമയം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ നിങ്ങളെ ടൈം മാനേജ്മെന്റ് ഇവിടെ തന്നെ പഠിപ്പിച്ചു വിട്ടത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ ടൈം വെച്ച് ആ ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത് ഏതൊരു ചോദ്യ പേപ്പർ ആണെങ്കിലും
മീൻസ് നിങ്ങൾ ഏത് എക്സാമാണ് എഴുതുന്നത് അതിന്റെ നിലവാരത്തിലുള്ള ഒരു ചോദ്യപേപ്പർ എടുക്കുക. അതിന്റെ കുറച്ച് സമയം മുമ്പ് 1 മണിക്കൂർ സമയം വെച്ചിട്ട് നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അവിടെ ടൈം മാനേജ്മെന്റ് പഠിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ അങ്ങനെ 1 മണിക്കൂറിൽ എത്തിക്കൊള്ളുന്നില്ല. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ 1 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ ആയി വരും. ഇത് അവിടെ പോയാൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും, നല്ല രീതിയിൽ ഗുണം ചെയ്യും. നിങ്ങൾക്ക് ഓരോ ചോദ്യവും സാവധാനത്തിൽ നല്ല രീതിയിൽ വായിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ടെൻഷൻ ആദ്യം കുറക്കുക. ഒരു ആവശ്യമില്ല നമുക്ക് ടെൻഷന്റെ. പഠിച്ച ഒരാളാണ് നമ്മൾ, പഠിക്കാത്ത ഒരാൾക്ക് അവിടെ ടെൻഷൻ ഇല്ല. പിന്നെ എന്തിനാ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണം? അപ്പൊ ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ നമ്മുടെ മാക്സിമം അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യണം. അതിന് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വേണം. നമ്മുടെ ഈ ടെൻഷൻ കാരണം നമ്മൾ പഠിച്ചത് പോലും നമ്മൾ മറന്ന് പലതും ഓർമ്മയിൽ വരില്ല. അത് അങ്ങനെ തന്നെ ടെൻഷൻ നമ്മൾ അത്രയും തളർത്തും, നമുക്ക് അത്രയും നെഗറ്റീവ് ഇമ്പാക്ട് ടെൻഷൻ തരും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ടെൻഷൻ അടിക്കാതിരിക്കുക. ഇവിടെ ഇരുന്ന് പറയുന്ന ഒരാൾക്ക് സുഖം നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു ഗുണവുമില്ല, നിങ്ങൾക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് ദോഷം ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവിടെ ചെന്നാൽ പല ക്വസ്റ്റ്യനും കാണാൻ പറ്റില്ല. കാരണം ഈ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തോന്നും ഞാൻ എന്തുകൊണ്ട് ഇത് കാണാതെ പോയി, നമുക്ക് എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ തോന്നും. അത് അങ്ങനെയാണ്, നമ്മൾ ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് ആദ്യം ടിക്കറ്റ് പോവുക, നല്ല രീതിയിൽ ടിക്കറ്റ് പോവുക. അറിയാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യരുത്, ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് അവിടെ നിന്ന് കിട്ടില്ല. ഒരുപാട് മാർക്ക് കിട്ടും, നമ്മുടെ മനസ്സ് നമ്മളെ തോന്നിപ്പിക്കണം, ഒരിക്കലും കിട്ടില്ല. ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. 1-2 മാർക്ക് കിട്ടിയാലും 4-5 തെറ്റിയിട്ട് ഉള്ള മാർക്ക് കൂടി പോയി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ അവിടെ ഒരു ഗുണമല്ല, നമുക്കൊരു ദോഷം മാത്രമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോലും നിങ്ങൾക്ക് അധികം തെറ്റാണ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു 75% നമുക്ക് തെറ്റാനുള്ള ചാൻസ് ആണ്. ഒരിക്കലും നെഗറ്റീവ് പോയി കറുപ്പിക്കരുത്, ഒരിക്കലും നിങ്ങൾ നെഗറ്റീവിൽ തുടരണ്ട. നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അറിയില്ല, അത് സ്വയം എടുക്കുക, തീരുമാനം എടുക്കുക. ഇതെനിക്ക് അറിയില്ല, ഞാൻ അടുത്തത് വായിക്കാൻ പോവാണ്, ഇതെനിക്ക് അറിയില്ല, ഇത് വിട്ട് കളയുന്നു, അറിയില്ലെന്ന്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചോദ്യവും അതിന്റെ ഓപ്ഷൻസും നല്ല രീതിയിൽ വായിക്കണം. എന്നിട്ടും നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നത് മാത്രമാണ് നിങ്ങൾക്ക് അറിയാത്തത്. അതിനാണ് ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ വായിക്കണം. ഒറ്റയടിക്ക് ചോദ്യം കണ്ടതോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയല്ലേ വേണ്ടത്. നമുക്ക് അറിയണം, നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ ഒരു പക്ഷേ അത് അറിയും. ഈ അറിയാതിരിക്കുന്ന ഒരു നെഗറ്റീവ് തന്നെയാണ്, പക്ഷെ അതിലും ഒരു പോസിറ്റീവ് ഉണ്ട്. അറിയാതെ നമ്മൾ പോകണം, അറിയാത്ത നമ്മൾ കട്ട് ചെയ്ത് പോന്നെ വേണം. ഓപ്ഷൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് 100% ഉറപ്പായി ഇതെനിക്ക് ഉത്തരം അറിയാത്ത സാധനമാണ്, അപ്പൊ ഞാൻ അടുത്തത് വായിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ പോയിട്ട് അടുത്തത് വായിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ വായിച്ചിട്ടുണ്ടാവണം. ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യും. ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ ചെയ്ത് നമ്മുടെ LGS ഉള്ള കുട്ടികൾക്കും മറ്റേ ബാങ്കോ എക്സാമിനൊക്കെ നല്ല രീതിയിൽ അത് കണക്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അത് ഇവിടുന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഇനിയുള്ള എക്സാം വരുന്നവരാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന പോലെ ചടപടയെന്ന് ചെയ്യല്ല, മെല്ലെ തന്നെ ടൈം മാനേജ്, നമ്മുടെ മനസ്സിലൂടെ ടൈം മാനേജ് ചെയ്യാൻ പോകണമെന്നുള്ള ഒരു ഇത് നിശ്ചയം എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ടൈം മാനേജ് ആയി വരും. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന സമയം ചിലപ്പോൾ കുറച്ച് അധികമായിരിക്കും. ആ അധികം ടൈം നമുക്ക് നല്ലതാണ്. പിന്നെയും നമ്മൾ വിട്ട് കളഞ്ഞ ക്വസ്റ്റ്യൻസ് പിന്നെ ഇരുന്ന് വായിച്ച് ആലോചിക്കാനുള്ള സമയം നമുക്ക് കിട്ടും. അപ്പൊ ടൈം മാനേജ്മെന്റ് അത്ര നല്ലതാണ്. പിന്നെ ഈ നെഗറ്റീവ്, നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ നെഗറ്റീവിൽ തുടരുത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ നെഗറ്റീവ് അടിക്കരുത് എന്നാണ്. അത്രയേറെ അതിൽ ദോഷം നിങ്ങൾക്ക് ഉണ്ട്. കാരണം എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ നമുക്ക് തോന്നുള്ളൂ ഞാൻ എന്തിനങ്ങനെ ചെയ്തു, ഞാൻ ചെയ്യരുതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എക്സാം കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് സങ്കടം വരും, ഞാൻ അതങ്ങനെ ചെയ്യരുതായിരുന്നു, അറിയാത്തത് ഞാൻ അറ്റൻഡ് ചെയ്യരുതായിരുന്നു. അപ്പൊ ഞാൻ അതിനാണ് പറയുന്നത്, നിങ്ങൾ അറിയാത്തത് പോയി അറ്റൻഡ് ചെയ്യരുത്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിക്കണം ഞാൻ മുമ്പേ ഓരോരുത്തർക്കും ഗ്രൂപ്പിലും എല്ലാം വന്ന് പറഞ്ഞു തന്നതാണ്. അപ്പൊ ആ രീതിയിൽ പഠിച്ചവർക്ക് നല്ലൊരു മാർക്ക് കിട്ടും. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന് പലരും സമയം കളയുന്നുണ്ട്. ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും പഠിച്ചിട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ബോധിപ്പിക്കണ്ടോ നിങ്ങൾ പഠിച്ചു എന്ന്? ഞാൻ ഇത്ര സമയം എന്നിരുന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇന്നൊരു 1 മണിക്കൂർ ഇരുന്ന് ഇന്നത്തെ കറണ്ട് അഫയറും 1 മാസത്തെ കറണ്ട് അഫയർ ഇരുന്ന് വായിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളോട് അതിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഓരോ സംഭവങ്ങളെ പറ്റി പഠിച്ചു നോക്ക്. 2023 നോബൽ സമ്മാനം, പുരസ്കാരങ്ങൾ, ഇതൊക്കെ നമുക്ക് കോഡിലൂടെയും കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെയൊക്കെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കോഡിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കും. ഒരിക്കലും നമ്മൾ മറക്കാത്ത പോലെ നമ്മൾ പഠിക്കും. അത് ഓരോ സംഭവങ്ങളാണ്, ഓരോ സംഭവങ്ങളെ കേന്ദ്രീകരിച്ച് പഠിക്കുക. ചന്ദ്രയാൻ 3, ആദിത്യ L1, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതാണ് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഓരോ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്തിരിക്കാൻ പറ്റുന്ന ആളുകൾക്ക്, സാമാന്യ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല. കാരണം 1 മാസം 2 മാസം കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ആ സമയത്ത് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസത്തെ കറണ്ട് അഫയർ നമ്മൾ വായിച്ചു പോകാം. ഈ സമയം നിങ്ങൾ ഓരോ സംഭവങ്ങൾക്ക് കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിനും സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തന്ന കാര്യമാണ് കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ സമയം കളയുന്നത്. പക്ഷെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സ്. പക്ഷെ ഏത് രീതിയിൽ പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ. അപ്പൊ ഈ രീതിയിൽ പഠിച്ചപ്പോൾ പലർക്കും പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്. പല രീതിയിൽ മുമ്പ് അങ്ങനെ പഠിച്ചവരുണ്ട്,
ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വോയിസ് കേട്ടിട്ട് അങ്ങനെ പഠിത്തം നിർത്തി പിന്നെ ഒന്ന് ചെയ്തു നോക്കി, പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കതൊരു പോസിറ്റീവ് മീൻസ് അവരുടെ തെറ്റുകൾ എന്തൊക്കെയാണ് അവർ മനസ്സിലാക്കണം. നിങ്ങൾ ഈ തെറ്റ് തന്നെ കുറെ കാലമായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് കറണ്ട് അഫയർ ഇങ്ങനെ പഠിക്കുന്നത് നിങ്ങൾക്ക് അവിടെ പോയ ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനീ സമയം കളയണം? നമുക്ക് ഈ സമയം എത്ര കളഞ്ഞു എന്ന് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ കളയുന്ന സമയം നല്ല രീതിയിൽ കളയണം. മീൻസ് നമ്മൾ കൊടുക്കുന്ന സമയം നല്ല രീതിയിൽ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവണം, നല്ല രീതിയിൽ നമുക്കത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം. ആ ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ആ ഭാഗം ആ സമയം നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ പറ്റുള്ളൂ, ആ സമയം ചിലപ്പോൾ 10 ദിവസം പഠിച്ച ഇമ്പാക്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ നല്ല രീതിയിൽ ഏത് രീതിയിൽ പഠിക്കണം നമ്മൾ കണക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരോടും ടൈം ടേബിൾ ചോദിക്കരുത്. സാറേ എനിക്കൊരു ടൈം ടേബിൾ തരും, ഞാൻ ഏത് രീതിയിലാണ് പഠിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ആരോടും വേറൊരാൾ നിർദ്ദേശിച്ച ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിക്കരുത്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കാണ്. നിങ്ങളുടെ ടൈം ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നു, ഏതൊക്കെ സമയം നിങ്ങൾ എന്തിലൊക്കെ ആയിരിക്കുന്നു ഒക്കെ അറിയാൻ കഴിയും നിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വേറെ ആളൊരു ടൈം ടേബിൾ ചോദിക്കരുത്. ഏത് രീതിയിൽ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. പക്ഷേ ടൈം ടേബിൾ ഒരാളോട് ചോദിക്കരുത്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ടൈം ടേബിൾ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. കുറച്ച് സമയം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ കുറച്ച് സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ചിലപ്പോൾ ഒരുപാട് സമയം പഠിച്ചവരെക്കാൾ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കും. നല്ല രീതിയിൽ കാം ആൻഡ് കൂൾ ആയിട്ട് നിങ്ങൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യുക. ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായാൽ മതി. ഞാനിത് നേടും, ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാനിത് നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങൾ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിയാലോ ഞാൻ എത്ര കാലം കഷ്ടപ്പെട്ട് പഠിച്ചതാ, അതിനുള്ളത് എനിക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടവർക്കും പറ്റുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് മാർക്ക് അടിക്കുന്നതാണ്. നിങ്ങൾ അവിടെ പോയി പ്രെഡിക്റ്റ് ചെയ്യും, ഇത്ര മാർക്കിൽ കൂടുതൽ കിട്ടിയാലേ എനിക്ക് എന്തായാലും റാങ്ക് നേടാൻ കഴിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് വാങ്ങും. നെഗറ്റീവ് വാങ്ങുന്നതല്ല, അറിയാത്ത ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് ഉള്ള മാർക്ക് പോകും. പക്ഷെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. മീൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യവും ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ തന്നെ എല്ലാ ചോദ്യവും വായിച്ച് മനസ്സിലാക്കി ഇത് അറിയില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അറിയാത്തതും വിടാൻ പറ്റുള്ളൂ. എല്ലാം വിടണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ നെഗറ്റീവ് അപ്ലൈ ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് വരരുത്. ഉറപ്പിച്ച് ഞാൻ പറയാം, എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടും. നിങ്ങൾ അതിന് ശേഷം സങ്കടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും അവിടെ നേടാല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തീരുമാനം എടുക്കുക, ഞാൻ ഇത് തൊടില്ല, ഞാൻ എന്ത് വന്നാലും ഞാൻ നെഗറ്റീവ് അറ്റൻഡ് ചെയ്യില്ല. ആ ഒരു തീരുമാനം എടുത്ത് ഇതുവരെ നിങ്ങൾ ഏത് രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണോ ഒന്നും എനിക്കറിയണ്ട. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കുക. നിങ്ങൾ ഈ രീതിയിൽ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരുത്തുക. അത് നല്ല രീതിയിൽ എല്ലാ ചോദ്യങ്ങളും വായിച്ചിട്ടുണ്ടാവണം. എല്ലാ ചോദ്യങ്ങളും ഏത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണെങ്കിൽ കൂടി എല്ലാ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്ത് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ മുഴുവൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. ഉറപ്പിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. കാരണം ഓപ്ഷൻ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു ടെൻഡൻസി വരും അവിടെ. കാരണം നമുക്ക് എക്സ്ട്രാ നന്നായി അറിയുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടാവണം. അറിയുന്ന മീൻസ് അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളാണെങ്കിൽ ടിക്കറ്റ് പോകണം, ചെയ്യുന്നില്ല ഇതെനിക്ക് അറിയില്ല എന്നാണെങ്കിൽ ഇൻഡ്യൂട്ട് പോകണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു അടയാളം ഉണ്ട്, ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ വായിക്കാത്ത ചോദ്യം ഇതിൽ ഏത്. നിങ്ങൾക്ക് ഒരു വട്ടം കൂടി ഒന്ന് ഓടിച്ചു വിട്ടു നോക്കുമ്പോൾ ഈ ചോദ്യം ഞാൻ വായിച്ചിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കറുപ്പിച്ച ശേഷം മാത്രമേ ഇവിടെ ടിക്ക് ഇടാൻ പറ്റുള്ളൂ. കറുപ്പിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇൻഡ്യൂ ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതിൽ ടിക്കറ്റ ശേഷം കറുപ്പിക്കാൻ മറന്നു പോയിട്ട് അടുത്ത ചോദ്യം വായിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മുമ്പ് പറ്റിയ അതേ ഫോൾട്ട് തന്നെയാണ് ഇപ്പോഴും പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് അത് ഇവിടുന്ന് ആരും പറഞ്ഞു തരുന്ന കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ ഒറ്റ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കും, ഞാനിത് നേടും, എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയും, അതിനുള്ളത് ഞാൻ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഞാനിത് അവിടെ പോയി അപ്ലൈ ചെയ്യും. എന്നിട്ട് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ എല്ലാം പോയി കറക്കി കുത്തിയിട്ട് ദൈവം എനിക്ക് തരാനുള്ളത് എന്തായാലും തരും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കും. അത്രയും കഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഇപ്പുറത്ത് നിന്നിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചത് മാത്രം അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നു. അയാൾക്ക് തരാത്തത് അവിടെ ഇവിടെയും പോയി കറക്കി കുത്തിയാൽ നിങ്ങൾക്ക് ദൈവം തരുമോ? ഇല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കരുത്. ദൈവം എനിക്കത് തരും, ഞാൻ കറക്കി കുത്തി നോക്കട്ടെ, അങ്ങനെ കറക്കി കുത്തരുത്. നിങ്ങൾ അറിയുന്നത് മാത്രം അവിടെ അപ്ലൈ ചെയ്യുക. അതിലും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇപ്പൊ ചോദ്യം അറിയാത്തതാണെങ്കിൽ കൂടി നമുക്കത് അവിടെ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എല്ലാം വായിച്ച് നോക്കിയിട്ടുണ്ടാവണം. നല്ല രീതിയിൽ വായിച്ച ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ഒരിക്കലും നെഗറ്റീവ് വരരുത്. പിന്നെ ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് വരരുത്. പറ്റുന്ന അത്ര നെഗറ്റീവ് കുറക്കുക. അറിയാത്തതാണെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട. ഈ രണ്ടെണ്ണത്തിൽ ഡൗട്ട് ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതും പിന്നെയും ആലോചിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷനിൽ ഏതോ ഒന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ രീതിയിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഈ 4 ഓപ്ഷൻസ് ഏതാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ, എനിക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടിയാലോ, അങ്ങനെ ഒരിക്കലും ഇനിയുള്ള എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഈ വോയിസ് കേട്ട ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുക, ഒരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ചെയ്യില്ല എന്നൊരു ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ കയറാവൂ. ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കേ അതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്ട്
തട്ടി കിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും, അത് എക്സാം കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എക്സാമിന്റെ സമയത്ത് നിങ്ങളുടെ മനസ്സെങ്ങനെയാണ്, മനുഷ്യനാണ്, അവിടെ ചെന്നാൽ അങ്ങനെ തോന്നും ഞാൻ അത് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ, കഴിഞ്ഞിട്ട് ബാക്കി അപ്പം നോക്കാലോ. ഒരിക്കലല്ല, നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നും ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, സാർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അങ്ങനെ തോന്നിയവരുണ്ട്. കഴിഞ്ഞ എക്സാമിന് ഒപ്പം ഒരു 99% ആൾക്കാർ ഇങ്ങനെ റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞു ഞാൻ അന്ന് സാറ് പറഞ്ഞത് കേട്ടില്ല, ഞാൻ എന്നിട്ടും പോയിട്ട് 5-6 പോയി അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തു, എന്നിട്ട് എനിക്ക് അതിന്റെ നെഗറ്റീവ് വന്നു, ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമായിരുന്നു, അത് ഇപ്പൊ ഇത്ര മാർക്ക് ആയിപ്പോയി. അത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടപ്പെട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് പോയിട്ട് അറ്റൻഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റാത്തത്. അവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. നിങ്ങൾ നല്ല കൂളായിട്ട് ഞാനിത് നേടും എന്ന വിശ്വാസത്തോടെ, നിങ്ങൾക്ക് നേടുമെന്നുള്ളിലൊരു വിശ്വാസം വന്നാൽ പിന്നെ ടെൻഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ടെൻഷന് പിന്നെ അവിടെ ഒരു റോളും ഇല്ല. അപ്പൊ നേടുന്നുള്ള വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് എന്തിനാണ് പിന്നെ ടെൻഷൻ? നിങ്ങൾ ഉറപ്പിച്ച് തന്നെ പോവുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോടൊരു ഇതുണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിന് നിങ്ങളോടൊരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. അതില്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. നിങ്ങൾ എന്തായാലും ഇത് നേടും, ഞാൻ എന്തായാലും ഇത് നേടും, ഈ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവും. ഈ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നല്ല പോസിറ്റീവ് വൈബോട് കൂടി തന്നെ ഞാൻ ഇറങ്ങി വരും, ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ എനിക്ക് പറ്റും. ആ ഒരു ഉറപ്പിൽ തന്നെ നിങ്ങൾ പോവുക. ബാക്കി പിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്ത്, ഞാൻ എൻ്റെ കഷ്ടപ്പാടിന്റെ മാക്സിമം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഞാൻ ഒരിക്കലും നെഗറ്റീവ് അടിച്ചില്ലല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവ് എങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി വരും. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഇതിന് റെസ്പോണ്ട് ചെയ്താൽ മതി. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞാൻ നല്ല പോസിറ്റീവ് ആയിട്ടാണോ, നിങ്ങൾക്കിത് അപ്ലൈ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ ക്ലിക്ക് ആകും, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ പറയണ്ട, എക്സാം കഴിഞ്ഞിട്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ പോസിറ്റീവ് ഉണ്ടാക്കും. കാരണം നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് അടിച്ചില്ലല്ലോ, നന്നായി തന്നെ എനിക്ക് എഴുതാൻ പറ്റിയല്ലോ, ഒരു പേടിയും കൂടാതെ ഞാൻ എഴുതിയല്ലോ. നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ഭാഗം നല്ല രീതിയിൽ, നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത ആളുകളാണെങ്കിൽ ഓരോ ഭാഗത്തും ഓടി നടന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തൂടെ നമ്മൾ ഓടി നടന്ന് പഠിച്ചതല്ലേ. അപ്പൊ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഇനി അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് ചോദ്യം കണ്ടാൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ടെൻഷൻ കുറക്കുകയാണ്, നല്ല രീതിയിൽ ടെൻഷൻ കുറക്ക്. കൂളായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെനിക്ക് നേടാൻ കഴിയും, നല്ല രീതിയിൽ ഓരോ ചോദ്യം സമാധാനത്തോടു കൂടി ഇരുന്ന് വായിക്കുക, സമാധാനത്തിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക, അറ്റൻഡ് ചെയ്തത് ടിക്ക് ഇടുക, നല്ല രീതിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേ തവണ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ഇമ്പാക്ട് തരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് അത് ഉള്ളിൽ തറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യരുത്, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ തോന്നണം ഒരിക്കലും ഞാനത് ചെയ്യരുത്, നിങ്ങൾക്ക് തന്നെ തോന്നണം. അതിനാണ് ഞാൻ പിന്നെയും ഇത് പറഞ്ഞത്. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞാൽ മതി, എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു റാങ്ക് തന്നെ നേടാൻ കഴിയട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള ഫലം, ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട ഫലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. എനിക്കിത് ലഭിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് മതി. ഞാൻ ഇതിൽ റാങ്ക് നേടും, ഞാൻ നേടിയിട്ടേ ഇറങ്ങി വരൂ. അപ്പൊ അതിനുള്ള ഞാൻ മാക്സിമം നെഗറ്റീവ് കുറക്കും. നെഗറ്റീവ് ഇല്ലാതെ തന്നെ എനിക്കിത് നേടാൻ കഴിയും. എനിക്ക് കറക്കി കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്ത് എനിക്ക് എന്തായാലും നല്ലൊരു റാങ്ക് തന്നെ നേടാൻ കഴിയും. ഈ ഒരു വിശ്വാസത്തിൽ തന്നെ ഉള്ളിലേക്ക് പോകാൻ നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി